ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ നാച്ചുറലി പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ടല്ലേ. നമ്മൾ ഗ്രാമ്പു വെള്ളം കുടിക്കാറുണ്ട്, വെണ്ടയ്ക്കയുടെ വെള്ളം കുടിക്കാറുണ്ട്, അതുപോലെ കറുവപ്പട്ട ഇട്ട് നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്, പെരുംജീരകം, ജീരകം, ഉലുവ ഇതെല്ലാം ഇട്ട് നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റി ഏറ്റവും അധികം ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ കിച്ചണിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതില്ലാത്തൊരു കിച്ചൺ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഫെർട്ടിലിറ്റി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ഏലക്കയെ പറ്റിയിട്ടാണ് കേട്ടോ. ഏലക്കയെ പറ്റിയിട്ട് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. ലൈഫിൽ ഒരു തവണയെങ്കിലും ഏലക്ക യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഈ ഏലക്ക ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഏലക്കയിൽ ഒരുപാട് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അയൺ, മാഗ്നീസ്, വിറ്റമിൻ B6, വിറ്റമിൻ B1, വിറ്റമിൻ C, പൊട്ടാഷ്യം, കാൽഷ്യം, മാഗ്നീഷ്യം, ഇങ്ങനെ ഒരുപാട് വിറ്റമിൻസും മിനറൽസും നമ്മുടെ ഏലക്കയിൽ അടങ്ങിയിട്ടുണ്ട്. കൂടുതലായിട്ടും പച്ച ഏലക്കയാണ് നമ്മളിവിടെ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. പച്ച കളറുള്ള ഏലക്ക, ഒരുപാട് കളറ് മങ്ങിയിട്ടുള്ള ഏലക്കയേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ആ പച്ച ഏലക്ക തന്നെയാണ് കേട്ടോ ഈ ഒരു ഫെർട്ടിലിറ്റിയുടെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇതുമൂലം നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ക്യൂർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. PMS അഥവാ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എല്ലാ സ്ത്രീകളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ആൻസൈറ്റിയുടെ ഒരു പീക്കിൽ കൊണ്ടേ നിർത്തിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് നമ്മളെ താഴേക്ക് വലിച്ചിടുന്ന ഒന്നാണ് PMS എന്ന് പറയുന്നത്. PMS അഥവാ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നമുക്ക് പ്രഗ്നൻ്റ് ആകുന്നത് പോലെയുള്ള എല്ലാ ലക്ഷണങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ട് പെട്ടെന്നൊരു ദിവസം നമുക്ക് പീരിയഡ്സ് വരും. ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നമ്മളിൽ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഒക്കെയാണ്. അപ്പോൾ ഈ PMSൻ്റെ പ്രശ്നങ്ങൾ ഒന്ന് ക്യൂർ ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ഈ PMSൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോഴേക്കും പീരിയഡ്സ് ആണോ നമുക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നത്, പ്രഗ്നൻസി ആണോ നമുക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ ഹോർമോണുകളുടെ വ്യത്യാസമൊക്കെ ഈ PMS മൂലം നമുക്ക് ഉണ്ടാകും. ഇതെല്ലാം ഒന്ന് ക്യൂർ ചെയ്യുന്നതിന് ഈ ഏലക്ക അടങ്ങിയിട്ടുള്ള വെള്ളം കുടിക്കുന്നതോ അല്ലെങ്കിൽ പാല് കുടിക്കുന്നതോ ജ്യൂസ് കുടിക്കുന്നതോ ഒക്കെ നമ്മളെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ രണ്ടാമത്തേന്ന് പറയുന്നത് അനീമിക്ക്. ഈ അനീമിക്ക് ആവുന്നത് എന്ന് പറയുന്നത് നമ്മളിൽ അയേണിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ്. ഈ ഏലക്കയിലും കൂടുതലായിട്ട് അയേണിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ അനീമിക്ക് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ തന്നെ ശരീരത്തിൻ്റെ ഓരോ ആക്ടിവിറ്റീസും നേരത്തെ നോർമലായിട്ട് നടക്കുന്നതിനേക്കാളും ഇരട്ടി വേഗത്തിൽ നടക്കാനായിട്ടും ക്വാളിറ്റിയോടുകൂടി നടക്കാനായിട്ടും ഇത് സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഏലക്ക ഇട്ടിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനും ഇത് ഇൻക്രീസ് ആക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ക്വാളിറ്റി ഉള്ളൊരു എഗ് ഉണ്ടാകുന്നതിനും ക്വാളിറ്റി ഉള്ളൊരു സ്പേം ഉണ്ടാവുന്നതിനും അതുപോലെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുന്നതിനും ഒക്കെ ഇത് സഹായിക്കും കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആണ്. ഈ വെയിറ്റ് ലോസിന് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം നമ്മളിപ്പോൾ ഓവർ വെയിറ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിനും നമ്മുടെ ഉയരത്തിനും അനുസരിച്ചിട്ടുള്ള വെയിറ്റ് അല്ല നമുക്ക് ഉള്ളതെങ്കിൽ അതൊന്ന് റിഡ്യൂസ് ചെയ്യുന്നതിനും ഒരു വെയിറ്റ് ലോസിനും ഇത് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിനും നമ്മളുടെ സ്ട്രെസ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും നമ്മുടെ BP അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ ലെവലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും ഈ ഏലക്ക കഴിക്കുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. സാധാരണയായിട്ട് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടാണ് ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകുന്നത്. സ്ത്രീ ശരീരത്തിൽ ഉണ്ടാകേണ്ട ഹോർമോണായിട്ടുള്ള ഈസ്ട്രജനും പ്രൊജസ്ട്രോണുമാണ് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത്. ഈ ഒരു ഈസ്ട്രജൻ ഹോർമോണിൻ്റെയും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് മൂലമാണ് നമുക്ക് ഓവുലേഷനും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷനും സക്സസ്ഫുൾ ആയിട്ട് നടക്കാത്തത്. ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനും നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസ് ക്യൂർ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. നമ്മളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ നമ്മളിൽ മിസ്കാരേജ് ഉണ്ടാകുന്നതിനും എഗ്ഗിൻ്റെ ഗ്രോത്ത് കുറയുന്നതിനും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിനും ഒക്കെ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. ഇനി പുരുഷന്മാരിൽ അവരുടെ സെക്സ് ചെയ്യാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് അവരുടെ ലിബിഡോ ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. കൂടുതൽ സമയം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ കൂടുതൽ നേരം ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു പുരുഷന് സ്ത്രീയെ സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് കൂടുതലായിട്ടും സാധിക്കും. ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് കഴിയുന്നത് മൂലം സ്ത്രീകളിൽ ഓർഗാസം അഥവാ രതിമൂർച്ച ഉണ്ടാകുന്നതിനും അതുമൂലം സ്ത്രീകളിലോട്ട് എത്തുന്ന സ്പോമിനെ കൃത്യമായിട്ട് ട്രാവൽ ചെയ്തിട്ട് ഫലോപ്പിയൻ ട്യൂബിലോട്ട് എത്തുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയധികം ബെനിഫിറ്റാണ് നിങ്ങൾ ഏലക്ക ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഏലക്ക എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നമുക്ക് എത്ര എണ്ണം ഉപയോഗിക്കണമെന്ന് നോക്കാം.
ഇത് നമുക്ക് പീരിയഡ്സ് തുടങ്ങിയിട്ടുള്ള ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ അങ്ങനെ ഒരു കണക്കില്ല കേട്ടോ. നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഒരു ദിവസത്തിൽ ഒരു 2 തവണ നമുക്ക് ഏലക്ക ഉപയോഗിക്കാം. ഇന്ന ദിവസമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ഗൈഡ് ലൈൻ ഈ ഏലക്കയ്ക്ക് ഇല്ല. മാക്സിമം നമ്മൾ ഒരു ദിവസം 2 എണ്ണം എന്നുള്ള കണക്കിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. 2 അല്ലെങ്കിൽ 3 കണക്കിന് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. എന്ത് വസ്തുവാണെങ്കിലും കൂടുതലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മാക്സിമം 3 ഏലക്ക, മാക്സിമം 3, ചിലപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണത്തിൽ നിർത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾ 2 എണ്ണത്തിലും നിർത്തുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് കുടിക്കാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏലക്ക വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ. നമുക്ക് ചായ വെച്ച് കുടിക്കാം. ചായ വെക്കുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കുക, പാല് കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ പാലിൽ ഏലക്ക പൊടിച്ചത് ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ കുറേ അങ്ങോട്ട് പൊടിച്ച് വെക്കേണ്ട. കുറേ അങ്ങോട്ട് പൊടിച്ച് വെക്കുമ്പോഴേക്കും അതിൻ്റെ സ്മെല്ലും അതുപോലെ സത്തും ഒക്കെ കുറഞ്ഞു പോകാനായിട്ട് അത് കാരണമാകും. നമ്മുടെ വീട്ടിലിങ്ങനെ ചതക്കുന്ന അമ്മി ഉണ്ടാവില്ല, അല്ലെങ്കിൽ മിക്സി ആണെങ്കിൽ കൂടി തന്നെയും മിക്സിയിൽ നമ്മൾ 1 2 എണ്ണോ ഇട്ട് ചതക്കുമ്പോഴേക്കും അതങ്ങോട്ട് പൊടിഞ്ഞ് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കല്ലിലിട്ട് ഇടിച്ചിട്ടാണെങ്കിൽ എല്ലാവരുടെ വീട്ടിലും അരകല്ലോ അല്ലെങ്കിൽ ഇട്ട് നമ്മൾ ഇടിക്കുന്ന ഒരു കല്ലുണ്ടാവുമല്ലോ, അതിലിട്ട് നമ്മൾ നല്ലപോലെ ഒന്നങ്ങടെ ഇടിച്ചിട്ട് നിങ്ങൾ ആ ചായയിലോ അല്ലെങ്കിൽ പാലിലോ ഇട്ട് കുടിക്കുക. മാക്സിമം പാല് കുടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പാലിലിട്ട് കുടിക്കുക. ഇനി പാല് കുടിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ചായയിൽ നേർത്ത കടുപ്പം ഇട്ടിട്ട്, നിങ്ങൾക്ക് കുടിക്കാൻ പാകത്തിനുള്ള നേർത്ത ഒരു കടുപ്പം ഇട്ടിട്ട്, സാധാരണ ആ പാലിൻ്റെ ആ സ്മെല്ല് പിടിക്കാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഒരു വെള്ളം ചേർക്കാതെ ചായ എടുത്തിട്ട് ഈ ചായയിൽ കുറച്ച് കടുപ്പം മാത്രം ഇട്ടിട്ട് ഏലക്ക പൊടിച്ചത് അതിലോട്ടിട്ട് കുടിക്കുക കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ ജ്യൂസിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഓട്സിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഏലക്ക കുടിക്കാനായിട്ട് ഇഷ്ടം അങ്ങനെ നിങ്ങളത് ആഡ് ചെയ്ത് കുടിക്കുക കേട്ടോ. നിങ്ങളും കുടിക്കുക, നിങ്ങളുടെ ഹസ്ബൻഡിനും കൊടുക്കുക. ഒരാൾ മാക്സിമം 2 അല്ലെങ്കിൽ 3 2 നേരം വെച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അത്രയും ഉപയോഗിക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ അത് കുടിച്ച് ആ ഒരു മാസം തന്നെ ബെനിഫിറ്റ് വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. കാരണം അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തണമെങ്കിൽ മാക്സിമം 1 2 3 മാസമെങ്കിലും എടുക്കും. അങ്ങനെയായിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ് നമ്മളിലോട്ട് എത്തുന്നത്. അപ്പോൾ അത്രയും നാൾ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളത് ഉപയോഗിക്കുക കേട്ടോ. അധികം എക്സ്പെൻസീവ് അല്ല, നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.